നമസ്കാരം. കേരള വാർത്ത ഓൺലൈനിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ രേവതി. തൃശൂർ 5 കൊലപാതകമടക്കം 53 കേസുകളിൽ പ്രതിയായ കൊടുംകുറ്റവാളി ബാലമുരുകൻ വിയൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ തമിഴ്നാട് പോലീസിനെ വെട്ടിച്ച് കസ്റ്റഡിയിൽ നിന്ന് കടന്നുകളഞ്ഞ സംഭവത്തിൽ അടിമുടി ദുരൂഹത. വിയൂരിലെത്തുന്നതിന് മുമ്പ് തന്നെ ബാലമുരുകൻ കസ്റ്റഡിയിൽ നിന്ന് കടന്നു കളഞ്ഞിരുന്നോ എന്നതടക്കമുള്ള സാധ്യതകളിലേക്ക് പോലീസ് അന്വേഷണം വ്യാപിച്ചു. തിങ്കളാഴ്ച രാത്രി 9:30 ഇയാൾ പോലീസ് കസ്റ്റഡിയിൽ നിന്നും ചാടിയത്. വിയൂർ സെൻട്രൽ ജയിലിൽ പാർപ്പിച്ചിരുന്ന തെങ്കാശി ആലംകുളം കാടയം അമ്മൻകോവിൽ സ്വദേശി ബാലമുരുകനെ 44 തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ശിവകാശിക്കടുത്ത് ബിരുദനഗർ കോടതിയിൽ ഹാജരാക്കി തിരികെ എത്തിക്കുമ്പോഴാണ് സംഭവം. ജയിൽ കവാടത്തിനരികിൽ മൂത്രമൊഴിക്കാൻ ഇറങ്ങിയ സമയത്ത് റോഡരികിൽ ജയിൽ വളപ്പിന്റെ മതിൽ ചാടി ഉള്ളിലേക്ക് കടന്ന ശേഷം ബാലമുരുകൻ കൃഷിത്തോട്ടത്തിലെ ഇരുട്ടിലേക്ക് ഓടിക്കളഞ്ഞെന്നാണ് തമിഴ്നാട് പോലീസിന്റെ വാദം. സെൻട്രൽ ജയിലിന്റെ വളപ്പിലേക്കെടുത്ത് ചാടി കൃഷിത്തോട്ടത്തിലൂടെ ഓടിക്കളഞ്ഞു എന്നാണ് തമിഴ്നാട് പോലീസ് സംഘം പറഞ്ഞതെങ്കിലും മേഖലയിലെ ഒരു CCTVയിലും ഇതുവരെ ബാലമുരുകന്റെ ദൃശ്യം പതിഞ്ഞിട്ടില്ല. അതേസമയം ബാലമുരുകനെ കാണാതായ സംഭവത്തിൽ തമിഴ്നാട് പോലീസിലെ SIക്കും 2 കോൺസ്റ്റബിൾമാർക്കുമെതിരെ കേസെടുത്തുവെന്ന പ്രചരണം ശരിയല്ലെന്ന് പോലീസ് പ്രതികരിച്ചു. ഒട്ടേറെ വൈരുദ്ധ്യങ്ങൾ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായിട്ടുണ്ട്. ബാലമുരുകൻ ചാടിയത് റിസർവ് ബറ്റാലിയൻ പോലീസ് സേനാംഗങ്ങളുടെ പരിസരത്തേക്കാണ്. രാത്രി 9:30 കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നതിനാൽ ആരുടെയും കണ്ണിൽ പെടാതെ ഓടിക്കളയാൻ കഴിഞ്ഞതെങ്ങനെ എന്നത് സംശയകരമാണ്. ഇയാളെ പിന്തുടർന്ന് മതിൽ ചാടുന്നതിന് പകരം തമിഴ്നാട് പോലീസ് സംഘം ജയിലിന്റെ 1ാം കവാടത്തിലെത്തി സുരക്ഷാ സേനാംഗത്തോട് വിവരം പറഞ്ഞതിനു ശേഷമാണ് തിരിച്ചറിയാൻ ശ്രമിച്ചതെന്ന് സൂചനയുണ്ട്. വീട്ടുമതിലിന്റെ ഉയരം മാത്രമുള്ളതാണ് റോഡരികിലെ മതിൽ. നിസാരമായി ചാടി പിന്തുടരുന്നതിന് പകരം അജ്ഞാതം കൈവിലങ്ങ് ധരിപ്പിക്കാതിരുന്നതാണ് അടുത്ത ദുരൂഹത. മൂത്രമൊഴിക്കുന്നതിന് മുൻപ് വിലങ്ങഴിച്ച് നൽകിയെന്നാണ് പോലീസ് വാദം. എന്നാൽ ഒരു കൈ മാത്രം വിലങ്ങിൽ നിന്ന് മോചിപ്പിച്ച് രണ്ടാമത്തെ കൈയിലേക്ക് വിലങ്ങിന്റെ 2 വശവും വള പോലെ അണിയിപ്പിക്കുക എന്നത് പതിവ് രീതി പ്രയോഗിക്കാതെ വിലങ്ങ് പൂർണ്ണമായി അഴിച്ചു മാറ്റിക്കൊടുത്തത് സംശയത്തിനിടയാക്കുന്നുണ്ട്. വിയൂരിലെത്തുന്നതിന് മുൻപേ ബാലമുരുകൻ ചാടിയിരുന്നു എന്ന സാധ്യത കണക്കിലെടുത്ത് തമിഴ്നാട് പോലീസ് സംഘത്തിന്റെ യാത്രാപഥത്തിലെ CCTV ദൃശ്യങ്ങൾ വിയൂർ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ബാലമുരുകൻ കസ്റ്റഡിയിൽ നിന്ന് ചാടിയെങ്കിലും തമിഴ്നാട് പോലീസ് സംഘം ഈ വിവരം സിറ്റി പോലീസിനെ അറിയിച്ചത് രാത്രി 10:30 മാത്രം. തങ്ങൾ സ്വന്തം നിലയ്ക്ക് തിരച്ചിൽ നടത്തുകയായിരുന്നെന്നും ജയിൽ വളപ്പിലെ കൃഷിത്തോട്ടം മുതൽ സമീപത്തെ വ്യാപാര കേന്ദ്രങ്ങളിൽ വരെ തിരയുകയായിരുന്നു എന്നുമാണ് തമിഴ്നാട് പോലീസിന്റെ വാദം. ബാലമുരുകന്റെ ചെരുപ്പ് തോട്ടത്തിൽ നിന്ന് കണ്ടെടുത്തെന്നും ഇവർ പറയുന്നു. ലോക്കൽ പോലീസ് പാഞ്ഞെത്തി വയ്യൂരിലും പരിസര പ്രദേശങ്ങളിൽ ഇളക്കി മറിച്ച് പരിശോധിച്ചു. എന്നാൽ എവിടെയും ഒരു CCTVയിലും ബാലമുരുകന്റെ സാന്നിധ്യം തെളിയിക്കുന്ന ദൃശ്യങ്ങൾ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടൽ ആസൂത്രിതമെന്ന സംശയം ബലപ്പെടാൻ ഇത് കാരണമായി. ഇയാൾ തെങ്കാശിയിലെ വീട്ടിലെത്തിയിരിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് അവിടെയും അന്വേഷണം നീങ്ങിയിട്ടുണ്ട്. വിയൂർ സെൻട്രൽ ജയിലിൽ പരിസരത്തു നിന്ന് ബാലമുരുകൻ പോലീസിനെ വെട്ടിച്ച് കടന്നു കളയുന്ന 1 വർഷത്തിനിടെ 2ാം തവണ. കഴിഞ്ഞ മെയ്യിൽ അതിസുരക്ഷാ ജയിലിൽ പ്രവേശിപ്പിക്കാനെത്തിയ തമിഴ്നാട് പോലീസ് സംഘത്തിന്റെ വാനിന്റെ വാതിൽ ചവിട്ടി തുടർന്ന് ഇയാൾ ഓടിപ്പോയിരുന്നു. മുൻപ് തമിഴ്നാട്ടിലെ ജയിലിൽ കിടക്കുമ്പോഴും ഇയാൾ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞിട്ടുണ്ട്. 33 വയസ്സിനുള്ളിൽ തന്നെ 5 കൊലപാതകവും കവർച്ചയും വധശ്രമങ്ങളും അടക്കം 53 കുറ്റകൃത്യങ്ങൾ ബാലമുരുകൻ ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ജയിലുകളിൽ കഴിയുമ്പോൾ പരിചയപ്പെട്ട് സുഹൃത്തുക്കളാകുന്ന ക്രിമിനലുകളുമൊത്ത് വൻ കവർച്ചകൾ ആസൂത്രണം ചെയ്തതാണ് ശീലം. മറയൂർ കോട്ടുകുളത്തെ 2023 നടത്തിയ കവർച്ചയ്ക്കിടെ അറസ്റ്റിലായാണ് വിയൂരിലെത്തിയത്. വേഷമാറി നടക്കുന്നതാണ് ശീലം. ചിലപ്പോൾ ലുങ്കിയും ബനിയനും ധരിച്ചും ചിലപ്പോൾ ആധുനികമായി കൂളിംഗ് ഗ്ലാസും ബ്രാൻഡ് വസ്ത്രങ്ങളുമൊക്കെ ധരിച്ചും നടക്കാറുണ്ട്. കേരള വാർത്ത ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് എന്നിവ ഫോളോ ചെയ്ത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക.